ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് അഞ്ജലി ലാവണ്യം പറയുന്നുണ്ട്, നിന്റെ ചേച്ചീനെ നാളെ പെണ്ണ് കാണാൻ വേണ്ടി വരിക. പക്ഷെ ചേച്ചിയുടെ അടുത്ത് പറയണ്ട കേട്ടോ, നാളെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ മതി, ഇത് നീ മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. ശ്രുതിക്ക് വല്ലാതെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ചേച്ചി, നാളെ നമുക്ക് കുറച്ച് നല്ല പലഹാരങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കണം. അതെന്തിനാന്ന് പറയുമ്പോൾ മധുരമുള്ളതും മധുരമില്ലാത്തതും വെവ്വേറെ ഉണ്ടാക്കണം. ആഹാ, അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്കാണോ എന്ന് പറയുമ്പോഴേക്കും അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറയാണ്. അങ്ങനെ അവർ പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി രാവിലെ തന്നെ ശ്രുതി പ്രീതി അടുത്ത് പറയേണ്ട, ചേച്ചിക്ക് കുറച്ച് അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇരുന്നൂടെ എന്ന് പറയാണ്. വീട്ടിലിരിക്കണം, ഞാൻ എന്തിനാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്, അതൊക്കെ ഉണ്ട്, ചേച്ചി നന്നായിട്ടൊന്ന് റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ശ്രുതി നമ്മുടെ പ്രീതിനെ നന്നായിട്ട് ഒരുക്കുവാട്ടോ. നിനക്ക് എന്താ പെണ്ണേത്, അതൊക്കെ ഉണ്ടെന്നേ എന്ന് പറഞ്ഞിട്ട് ഒരുക്കുവാണ്. ആ സമയമാണ് നമ്മുടെ മുറ്റത്ത് കാറ് വരുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ അവരെത്തിയും തോന്നുന്നു, നീ ആരുടെ കാര്യം പറയണേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ജനലിൽ കൂടി നോക്കുമ്പോൾ അവരെല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് ശ്യാം ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയേണ്ട, ചേച്ചിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത്. സത്യമാണോ, നീ എന്തൊക്കെയാ പറയണത്? അതേന്നേ, പെണ്ണ് ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കണത്. അശ്വിൻ സാറും വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ നിൽക്കി, ഞാൻ അവരെ വിളിച്ച് അകത്ത് കയറ്റാന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങണം. വാ എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ അമ്മായിയൊക്കെ ഇട്ടു. എല്ലാവരും ഉണ്ടല്ലോ, വാ ഇരിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശീനെ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് വളരെ വളരെ വലിയൊരു കാര്യം പറയാനായിട്ടാണ്. ഇവിടുത്തെ പ്രീതിനെ, എൻ്റെ കൊച്ചുമോനായിട്ടുള്ള ആകാശിനെ വിവാഹം ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അമ്മക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ. അമ്മ അപ്പം അമ്മായിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് മനോരമ കുറച്ച് നട്ടുമുട്ട് നായകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവരെ കളിയാക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഡോസ് പോലെ പറയുന്നുണ്ട്. അതപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, ഇവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് നടത്തി കൊടുത്തൂടെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അമ്മായിടുത്ത് പറയുന്നുണ്ട്, അമ്മായി പ്രമീളെ ഒന്ന് രാധ ഒന്ന് അകത്തേക്ക് വന്നേന്ന് പറയാണ്. എന്താ പ്രമീളയുടെ അടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് അകത്ത് വിളിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അമ്മായിടുത്ത് പറയുന്നുണ്ട്, ഈ ആലോചന വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്, പ്രീതിക്കും ആ പയ്യനെ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ആ പയ്യൻ്റെ അമ്മയുടെ മുഖം കാണുമ്പോൾ അവരൊരു പ്രത്യേക സ്ത്രീയാണ്, അവർക്ക് ഈ വിവാഹത്തിന് ഒട്ടും സമ്മതമല്ലാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അമ്മായി പറയണ്ടേ, അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മുത്തശ്ശി തൊട്ട് പുറകിൽ വരും കേട്ടോ. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇതായിരിക്കും സംസാരിക്കുന്നുണ്ടാവാന്ന്. മനോരമ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ ഭയങ്കരിയൊന്നുമല്ല കേട്ടോ. ആളെ വെട്ടിത്തുറന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ആളൊരു പഞ്ചപാവമാണ്. എനിക്കറിയാം എൻ്റെ മരുമകളെ. പിന്നെ പ്രീതിനെ നിങ്ങൾ മനോരമയെ നോക്കിയിട്ടൊന്നും എൻ്റെ വീട്ടിലേക്ക് അയക്കണ്ട. ഞാനും അതുപോലെ തന്നെ അവളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആ വീട്ടിലുണ്ടാകും. മനോരമ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. നിങ്ങളുടെ മകളെ ഞങ്ങൾ പൊന്നു പോലെ നോക്കും. സൈറാം ഫാമിലിയിലെ മരുമകളെ എങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾ കണ്ട് നോക്കിക്കോ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അങ്ങനെ മുത്തശ്ശി പിന്നെയും ഹോളിൽ തന്നെ പോയിരിക്കുകയാണ്. ആ സമയത്ത് പ്രീതി ചായയൊക്കെ ആയിട്ടാണ് വരുന്നുണ്ട്. അതിനുശേഷം പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അശ്വിന് സ്പെഷ്യലായിട്ടുള്ള അശ്വിനിയുടെ പലഹാരം എടുക്കുമ്പോഴേക്കും ശ്രുതി പറയും, അതല്ല ഇതെടുക്കാൻ പറയും, കാരണം മധുരമില്ലാത്ത ഈ പലഹാരം അത് സ്വീറ്റ്സ് എടുക്കാൻ പറയും. അപ്പോൾ അശ്വിൻ അത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ചായ കൊടുക്കുന്ന സമയത്താണ് അശ്വിൻ്റെ മേത്തേക്ക് കുറച്ച് ചായ വീഴുമ്പോഴേക്കും അശ്വിൻ അയ്യോ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല, ഞാൻ വാഷ് ചെയ്തിട്ട് വന്നോളാം, എവിടെയാണ് വാഷ്റൂം എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട അവിടെയാന്ന് പറയാണ്. അപ്പോൾ അടക്കളയുടെ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ട് വാഷ്റൂം. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്ന വാഷ്റൂമിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ തുടച്ചു തരാൻ വേണ്ടി തുടക്കുന്ന സമയത്താണ് കൈക്കൽ തുണി ഉണ്ടല്ലോ, ശ്രുതി പാചകം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പാചകം പോലെ. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അശ്വിൻ്റെ കോട്ട് തുടയ്ക്കണത്. ആ സമയത്ത് അവിടെ മഞ്ഞപ്പൊടിയൊക്കെ ആകുമ്പോഴേക്കും അശ്വിൻ അയ്യോ കുഴപ്പമില്ല ഞാൻ വാഷ് ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ഭയങ്കര മര്യാദക്കായിട്ട് അവിടെ സംസാരിക്കുന്നത്, ഭയങ്കര പാവമായിട്ടാണ് അശ്വിൻ അങ്ങനെ പെരുമാറണതൊക്കെ ശരിക്കും. അതിനുശേഷം അകത്ത് വന്നിരിക്കുമ്പോഴേക്കുമാണ് നമ്മുടെ അച്ഛൻ എവിടെയെന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മോളെ ശ്രുതി അച്ഛനെ വിളിച്ചിട്ട് വാ എന്ന് അമ്മ പറയുകയാണ്. അങ്ങനെ ശ്രുതി അതായത് നമ്മുടെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ അങ്ങനെ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, ദേ ഇവരെല്ലാവരും നമ്മുടെ പ്രീതിനെ ആലോചിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയാണ്. ദേ അതാട്ടോ പയ്യൻ എന്ന് പറയണ്ട. അപ്പോൾ ആകാശ് നമ്മുടെ അച്ഛനും ഇങ്ങനെ നമസ്കാരം അങ്കിൾ എന്ന് പറഞ്ഞിട്ട് കാലിലൊക്കെ ഇങ്ങനെ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ പ്രീതിയുടെ അച്ഛനെ ഭയങ്കര സന്തോഷമാകും കേട്ടോ. ആകാശിനെ കാണുമ്പോൾ ഭയങ്കര ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമാവും ആകാശിനെ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി. അത് മുത്തശ്ശിയാണ്, ഇതാണ് നമ്മുടെ ആകാശ് സാറിൻ്റെ അച്ഛനും അമ്മയും, ഇത് ആകാശ് സാറിൻ്റെ അനിയനാണ് അശ്വിൻ സായറാം എന്ന് ചേട്ടനാണ് അശ്വിൻ സായറാം. ഇത് ചേച്ചി അഞ്ജലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഞ്ജലിനെ നമ്മുടെ അച്ഛൻ ശരിക്കും നോക്കും കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ അമ്പലത്തിൽ വെച്ചിട്ട് ശ്യാം ചന്ദനം തൊട്ട് കൊടുത്തതും ശ്യാമിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ റിവൈൻഡ് ചെയ്ത് നോക്കുവാണ്.
അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ഛൻ പെട്ടെന്ന് അങ്ങനെ കയ്യും കാലൊക്കെ വിറക്കുവാണ്. ഷ്യാം ഷ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും വേഗം പെട്ടെന്ന് അസുഖം കൂടിയതാണെന്ന് വിചാരിക്കും കേട്ടോ. അയ്യോ അച്ഛനെ പെട്ടെന്ന് അസുഖം കൂടിയെന്ന് തോന്നുന്നു ശ്രുതി, നീ റൂമിലേക്ക് കൊണ്ടുവന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അമ്മ പറയും ആരും പേടിക്കേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് കാറ്റ് കിട്ടാണ്ടാവുമ്പോൾ അങ്ങനെ ആവണതാണെന്നൊക്കെ പറയും. പെട്ടെന്ന് മനോരമ പറയണ്ട, അതെ അതെ ഇതൊരു ചെറിയ വീടല്ലേ, കാറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും കേട്ടോ അവരെ. അതിനുശേഷം അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോകുമ്പോഴേക്കും അച്ഛൻ വീണ്ടും ഷ്യാം ഷ്യാം എന്ന് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്. അച്ഛൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഷ്യാം ഷ്യാം എന്ന് പറയുന്നത്, അതും അഞ്ജലി മേഡത്തിനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്താണാവോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത്. അതിനുശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പിരിയുവാണ്. പ്രീതിക്കും ഭയങ്കര സന്തോഷം കൂടെ, പ്രീതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നിട്ട്, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയില്ല, ശ്രുതിയുടെ കയ്യിൽ നിന്നിട്ട് ആ മോതിരി ഊരിയിട്ട് നമ്മുടെ അച്ഛൻ വലിച്ചെറിയുന്നുണ്ട്. അത് കൈ ഇങ്ങനെ വിറച്ച് അത് അച്ഛൻ കിടക്കുവാണല്ലോ, കൈ ഇങ്ങനെ വിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മോതിരി ഒരു നിലത്തേക്കൊക്കെ എറിയും. അപ്പോൾ അതൊക്കെ നമ്മുടെ ശ്രുതിക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ ഈ വിവാഹമൊക്കെ നടക്കാൻ പോകല്ലേ, വീട്ടിലൊരു പൂജയൊക്കെ വെക്കാം എന്ന് മുത്തശ്ശി തീരുമാനിക്കുകയാണ്. അങ്ങനെ പൂജയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ശ്രുതി ഇല്ലെന്ന് വെച്ചിട്ട് ഷ്യാമും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രുതി അന്ന് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി വരുമ്പോഴേക്കും എല്ലാവരും പൂജയിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. ശ്രുതി ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് ഏറ്റവും പുറകെ വന്നിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഷ്യാമിനെ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രുതി ഇങ്ങനെ എത്തി നോക്കുമെങ്കിലും ഷ്യാമിന്റെ മുഖം കാണുന്നില്ല. അതിനുശേഷം ഫോൺ വന്നിട്ട് ഷ്യാം മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ലാവണ്യയുടെ വായിൽ നിന്നാണ് ആ സത്യം നമ്മുടെ ശ്രുതി അറിയണത്. രാജകുമാരി എന്ന് ശ്യാമേട്ടൻ എപ്പോഴും ചേച്ചിനെ വിളിക്കുമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കണം രാജകുമാരി. അങ്ങനെ ശ്യാം ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ രാജകുമാരി എന്ന് സംസാരിക്കുന്നത്, പേര് സേവ് ചെയ്തതൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാട്ടോ. അതുകൊണ്ട് തന്നെ സംശയം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഷ്യാമിന്റെ പുറകിൽ നേരെ മുകളിലേക്ക് പോകുവാണ്. അങ്ങനെ ശ്യാമ തന്നെയാണ് ആ കള്ളനെന്ന് മനസ്സിലാക്കിയിട്ട് മുഖം അടിച്ച് പൊട്ടിക്കുകയാണ് ശ്രുതി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇനി കാണാൻ പോകുന്ന ഭാഗങ്ങൾ പറഞ്ഞ ഷ്യാമിന്റെ താഴ്ന്ന് അതായത് ഷ്യാം അതമ്പതിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് അവർ പെട്ടെന്ന് തന്നെ അടുക്കും കേട്ടോ. ഇനി അടുത്തത് കാണാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ലാവണ്യ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ലാവണ്യായിട്ട് തന്നെ ഇറങ്ങിപ്പോകും. ലാവണ്യക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ കണ്ണൊക്കെ ഒപ്പിക്കൊടുത്തിട്ട് പറയും ഇത് നമ്മുടെ രണ്ടുപേരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാവണ്യ എനിക്കെല്ലാം മനസ്സിലായേ സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വിഷമമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ പെട്ടെന്ന് ലണ്ടനിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ ലാവണ്യ പോണത് ശരിക്കും ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അറിഞ്ഞിട്ടാണ്. അതായത് ശ്രുതിക്ക് അങ്ങോട്ടുണ്ടെന്ന് നമ്മുടെ ലാവണ്യക്ക് അറിയില്ല, പക്ഷെ അശ്വിനെ ശ്രുതിനെ ഇഷ്ടമാണെന്ന് ലാവണ്യക്കറിയാം. അങ്ങനെ ലാവണ്യ അങ്ങനെ അവിടെ നിന്ന് പോകുക കേട്ടോ. വിഷമത്തോടു കൂടി തന്നെ പോകുവാണ്. എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കാൻ പോണത്. ശ്രുതി അശ്വിനും കൂടി കൂടുതൽ അടുക്കും. കാരണം ഇവരുടെ വീട്ടിൽ ഈ അശ്വിൻ്റെ വീട്ടിൽ വിവാഹ സമയമാകുമ്പോൾ ഇവിടെ ബന്ധുക്കളൊക്കെ വരും. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരും കേട്ടോ. ആ ചെറുപ്പക്കാരൻ ശ്രുതിനെ ചെറുതായിട്ടൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അശ്വിനെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇവൻ എപ്പോഴും ശ്രുതിയുടെ അടുത്ത് തന്നെയാണ്, ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അശ്വിനാകെ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ്റെ ഭയങ്കര പോസിറ്റീവ്നെസ് ആയിട്ടുള്ള ഭാഗങ്ങളും അടുത്ത ആഴ്ച ഇനി കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.